ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. എന്നാലേ ഞാൻ ഇറങ്ങാം, ഇനി നിന്നാ വൈകും. മുത്തശ്ശിയുടെ അടുത്തുള്ള ചേച്ചിയാക്കിയിട്ടാണ് വന്നത്. അവർ പോകുമ്പോഴേക്കും എനിക്ക് എത്തണം. ബാഗ് എടുത്ത് തോളിലിട്ട് കൊണ്ട് കാത്തു പറഞ്ഞതും ആരുവിൻ്റെ ഫോൺ റിങ് ചെയ്തതും ഒപ്പമായിരുന്നു. ചെല്ല് ഞാൻ കട്ടുറുമ്പാവുന്നില്ലേ. സ്ക്രീനിൽ മഹിയുടെ പേര് തെളിഞ്ഞത് കാത്തു കണ്ടതും അവൾ ആരുവിനെ നോക്കി ചിരിയോടെ പറഞ്ഞു. ആര് കോള് കട്ട് ചെയ്ത് അവളെ നോക്കി പല്ലടിച്ച് കാണിച്ച് ഓഫീസ് റൂമിലേക്ക് പോയി. മഹിയേട്ടാ. ഓഫീസ് റൂമിലെത്തി മഹിയുടെ കൂടെ ഇരിക്കുന്നതിനിടയിൽ ആരവനെ വിളിച്ചു. ആരും എടുത്തിരുന്ന സാരിക്കിടയിലൂടെ കൈ കടത്തി അവളുടെ വയറിൽ കുറുമ്പ് കാണിച്ചുകൊണ്ട് മാഹി മൂളി. മഹിയേട്ടൻ എന്നെ ഉപേക്ഷിക്കുവോ? ആരും മഹിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചതും മഹി അവളെ നോക്കി പല്ല് കടിച്ചു. ഓ, ഈ റൊമാൻറ്റിക്കായി നിൽക്കേണ്ട ടൈമിൽ നിനക്ക് എവിടുന്നാണ് ഇതുപോലത്തെ വെറുപ്പിയൊരു ചോദ്യം കിട്ടുന്നത്? നീ ഒട്ടും റൊമാൻറ്റിക് അല്ല അരുഷി. മാഹി ഇഷ്ടക്കേടോട് മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഞാനും കൂടി റൊമാൻറ്റിക് അതിൻ്റെ കുഴപ്പം കൂടിയേ ഉള്ളൂ. ചോദിച്ചതിനുള്ള മറുപടി പറയട ചെകുത്താനെ. ആര് തൻ്റെ വയലിലുള്ള മാഹിയുടെ കൈക്കൊരു പിച്ച് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. എൻ്റെ അരുഷി, നിനക്കെന്താ ഭ്രാന്താണോ? നീ എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ആരുവിൻ്റെ മൂക്കിൽ തുമ്പിൽ പിടിച്ചു വലിച്ച് മാഹി ആരുവിനോടായി പറഞ്ഞു. എന്താ മാഹിയേട്ടനെ അങ്ങനെ പറഞ്ഞത്? ഞാൻ മാഹിയേട്ടനെ ഉപേക്ഷിക്കുമെന്ന് മാഹിയേട്ടന് തോന്നുന്നുണ്ടോ? എനിക്കിപ്പോൾ എല്ലാം എൻ്റെ മാഹിയേട്ടനല്ലേ. മാഹി പറഞ്ഞത് കേട്ട് വിഷമത്തിൽ ആരുവിൻ്റെ മുഖം കയ്യിൽ കോരിയെടുത്ത് കൊണ്ട് പറഞ്ഞു. പിന്നെ നീ എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചത്? എനിക്കാരെക്കാൾ ഇഷ്ടം നിന്നെയാണെന്ന് നിനക്കറിയില്ലേ? നീ ഇല്ലാതെ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റില്ല. ഞാനെങ്ങനെയാ നിന്നെ ഉപേക്ഷിക്കുക? മുഖം വീർപ്പിച്ച് കെറുവോടെ മാഹി പറഞ്ഞു. സോറി, ഞാൻ അറിയാതെ ചോദിച്ച എൻ്റെ പൊന്നെ, ക്ഷമിക്ക്. ആര് ചിരിയോടെ മാഹിയുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഇങ്ങനെ ഒരു കൊനിസ്റ്റ് ചോദ്യം ചോദിച്ചു വന്നാലേ എടുത്തെറിഞ്ഞാൻ പറഞ്ഞേക്കാം, വെറുതെ മനുഷ്യനെ മൂട് കളയാൻ. ആരുവിൻ്റെ വയറിൽ പിച്ചിക്കൊണ്ട് മാഹി പറഞ്ഞതും ആര് ചെറിയോട് അവനോട് പറ്റിച്ചേർന്നിരുന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഇന്ദു പഴയ പോലെ തന്നോട് പെരുമാറാത്തത് ആരുവിലും നല്ല രീതിയിൽ തളർത്തിയിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇന്ദുവിനെ മാഹിക്ക് കണ്ണിൽ പിടിക്കില്ല. അതുകൊണ്ട് തന്നെ ആരും ഇതെല്ലാം മനഃപൂർവ്വം മാഹിയിൽ നിന്ന് മറച്ചു വെച്ചു. ആരും ഓഫീസിൽ പോയി തുടങ്ങിയതിൽ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കമ്പനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുകയും ചെയ്തു തുടങ്ങിയിരുന്നു. മാർക്കറ്റിലൊക്കെ കമ്പനിയുടെ ഗുഡ് വിൽ ഉയരാൻ തുടങ്ങി. പല നല്ല കമ്പനികളുമായിട്ട് ടെൻഡറുകൾ കിട്ടിത്തുടങ്ങിയതും സൂര്യക്ക് ആരുവിനോടുള്ള മതിപ്പുയർന്നു. എന്നാൽ ഇതൊന്നും മഹിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അവളെ സൂര്യ തന്നിൽ നടത്തുമോ എന്ന ചിന്ത അവനിൽ ഉദിച്ചതും പിന്നീട് ആരുവിൻ്റെ ഓഫീസ് പോക്ക് എങ്ങനെയെങ്കിലും നിർത്തണമെന്നായിരുന്നു മഹിയുടെ ലക്ഷ്യം. മോളെ. ഓഫീസിലിരിക്കുമ്പോഴാണ് ആരുവിൻ്റെ ക്യാബിനിലേക്ക് സൂര്യ കയറി വന്നത്. എന്താച്ചാ? മോളെ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. സൂര്യ വല്ലായ്മയോട് ആരുവിനോട് പറഞ്ഞു. എന്തിനാച്ചാ വിളിച്ചത്? അത് പിന്നെ മോളെ, മാഹിയെയും അവൻ്റെ ഒപ്പം ഉള്ളവരെയും ഏതോ അടിപിടി കേസിൽ പിടിച്ച് ജയിലിലിട്ടത് പോലും. ആരുവിൻ്റെ മുഖത്ത് നോക്കാനാകാതെ അപമാനഭാരത്തോടെ സൂര്യ പറഞ്ഞു. അടിപിടിയോ? എന്തൊക്കെയാച്ചാ ഈ കേൾക്കുന്നത്? സത്യാണ് മോളെ, പോലീസ് സ്റ്റേഷനിൽ എന്നെ അറിയുന്ന ഒരാളുണ്ട്. അവർ വിളിച്ചറിയിച്ചതാണ്. മാഹിയൊക്കെ അടിച്ച ആൾക്ക് ഗുരുതരമായ പരിക്കുണ്ടെന്ന്. അവരെയും കൊണ്ട് SI ആയിഷ് നിർബന്ധിച്ച് മാഹിക്കെതിരെ കേസ് കൊടുപ്പിച്ചെന്നാ കേട്ടത്. സൂര്യ പറഞ്ഞത് കേട്ട് ആയിഷിനെ ഓർത്ത് ആരുവിൻ്റെ മുഖം മുറുക്കി. ഞാനേതായാലും ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. വക്കീലിനോട് അങ്ങോട്ട് വരുവാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും വരുന്നുണ്ട് അച്ഛാ. മോള് വരേണ്ട, ഇവിടെ നിന്നോ. ആരുവിനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് ആലോചിച്ച് വല്ലായ്മയോടെ പറഞ്ഞു. സാരല്ല അച്ഛാ, ഞാനുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം. അതും പറഞ്ഞ് ആര് ലാപ്പ് ഓഫ് ചെയ്ത് ഫോണും എടുത്ത് സൂര്യക്കൊപ്പം നടന്നു. എന്ത് പറഞ്ഞച്ചാ? സൂര്യ കോള് കട്ടാക്കിയതും ആര് ചോദിച്ചു. ജാമ്യം കിട്ടാൻ ഇത്ര പ്രയാസമാണ് മോളെ. അല്ലെങ്കിൽ പിന്നെ ആ പരാതി കൊടുത്തവരെ കൊണ്ട് ഒരു കോംപ്രമൈസിന് ശ്രമിക്കണം. പാർക്കിങ്ങിലേക്ക് നടക്കുന്നിടയിൽ സൂര്യ ആരുവിനോട് പറഞ്ഞു. അവരെ കണ്ടൊരു കോംപ്രമൈസിന് ശ്രമിക്കുന്നതല്ല അച്ഛൻ നല്ലത്. ഞാനത് പറഞ്ഞിട്ടുണ്ട്. സംസാരിച്ചോളും. അവർ വക്കീലന്മാർക്കല്ലേ അതിൻ്റെ രീതിയൊക്കെ അറിയൂ. സൂര്യ പറഞ്ഞത് ശരിവെച്ച് ആരും അദ്ദേഹത്തോടൊപ്പം കാറിൽ കയറി. കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് അവരുടെ കാറിന് തടസ്സമായ ഒരു കാറ് വന്നു നിന്നത്. മോൾ ഇവിടെ ഇരിക്ക്, പുറത്തിറങ്ങണ്ടേ. മുന്നിൽ നിർത്തിയ കാറിൽ നിന്നിറങ്ങിയ വ്യക്തിയെ കണ്ട് സൂര്യ ആരുവിനോട് പറഞ്ഞ് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്താ സൂര്യ, തിരക്കിലാണോ? കാറിൽ നിന്നിറങ്ങിയ സൂര്യയെ നോക്കി വല്ലാത്തൊരു ചിരിയോടെ ഷെരീഫ് ചോദിച്ചു. എന്താ നിനക്ക് വേണ്ടത്? ഫോർമാലിറ്റി ഒന്നുമില്ലാതെ സൂര്യ കാര്യം തിരക്കി. നെയ്യക്ക് ഇന്ന് പിടിച്ചടക്കിയ ലീല ഗ്രൂപ്പുമായിട്ടുള്ള കോൺട്രാക്ട് അതെനിക്ക് വേണം. നീയൊക്കെ കാരണം നഷ്ടങ്ങളാ എനിക്കിപ്പോൾ വന്നത്. അതുകൊണ്ട് ആ കോൺട്രാക്ട് എനിക്ക് തന്നെ വേണം. വളച്ചുകെട്ടുകളൊന്നുമില്ലാതെ ഷെരീഫ് തൻ്റെ ആവശ്യം സൂര്യയോട് പറഞ്ഞു. എനിക്കിപ്പോൾ സൗകര്യമില്ല. എൻ്റെ മോളുടെ കഷ്ടപ്പാടായത്.
അത് ഞാൻ നിനക്ക് മറിച്ച് തരില്ല. അതുകൊണ്ട് പോവാൻ നോക്കടാ. സൂര്യ ഗൗരവത്തിൽ പറഞ്ഞു. ഇപ്പം ഞാൻ നിന്റെ മകനെ ജയിലിൽ കയറ്റിയിട്ടേ ഉള്ളൂ. നീ അത് തന്നില്ലെങ്കിൽ നിന്റെ മുന്നിൽ ഞാൻ അവനെ വെള്ള പുതുപ്പിച്ച് കെടുത്തും. ഷെരീഫ് ഭീഷണി പോലെ സൂര്യയോട് പറഞ്ഞു. നീ ഒന്നും ചെയ്യില്ല. ഓലപ്പാമ്പ് കാണിച്ച് സമയം കളയാതെ പോകാൻ നോക്ക്. നിന്റെ ഉദ്ദേശം ഒരിക്കലും നടക്കില്ലടാ. പിന്നെ നീ ജയിലിൽ കയറ്റിയവനുണ്ടല്ലോ, അവൻ അവിടെ നിന്ന് ഇറങ്ങിയ നീയാണ് അവനെ ജയിലിൽ കയറ്റിയതെന്ന് അറിഞ്ഞ നിന്നെ ചിലപ്പോൾ വെറുതെ വിട്ടെന്ന് വരില്ലട്ടോ. നീ ഇതിനെ അനുഭവിക്കും സൂര്യ. തകർക്കും ഞാൻ നിന്നെയും നിന്റെ സാമ്രാജ്യത്തെയും. സൂര്യയോട് ദേഷ്യത്തിൽ ആക്രോശിച്ചുകൊണ്ട് അതും പറഞ്ഞ് ഷെരീഫ് പോയതും ഒന്നിനിടയിൽപ്പെട്ട് സൂര്യ തിരികെ കാറിൽ കയറി. അച്ഛാ, അയാൾ എന്തിനാ വന്നത്? എന്തൊക്കെ ദേഷ്യത്തിൽ അച്ഛനോട് പറയുന്നുണ്ടായിരുന്നല്ലോ. തിരികെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയ സൂര്യയെ നോക്കിക്കൊണ്ട് ആര് ചോദിച്ചു. ആ, അതാ ലീല ഗ്രൂപ്പിന്റെ കോണ്ടാക്ട് അവർക്ക് വേണമെന്ന് പറയാൻ വന്നതാ. തരില്ലെന്ന് പറഞ്ഞപ്പോൾ വീരവാദമൊക്കെ ഒഴുക്കി പോയിട്ടുണ്ട്. അതും പറഞ്ഞ് സൂര്യ അവർ തമ്മിൽ സംസാരിച്ചത് മുഴുവൻ ആലുവിനോട് പറഞ്ഞു. അയാൾക്ക് വേറെ എന്തെങ്കിലും ദേഷ്യമുണ്ടോ? സൂര്യ പറഞ്ഞതൊക്കെ കേട്ട് കഴിഞ്ഞതും ആരു സംശയത്തിൽ ചോദിച്ചു. അതെന്താ മോൾ അങ്ങനെ ചോദിച്ചത്? എന്തോ അങ്ങനെ തോന്നി. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛാ? ഉണ്ട് മോളെ. സീതേച്ചി പഠിക്കുന്ന കാലം അവൻ ചേച്ചിയുടെ പിറകെയായിരുന്നു. പ്രേമം കൊണ്ടൊന്നല്ല, കോവിലകത്തിന്റെ ആസ്തി കണ്ടുള്ളൊരു ഭ്രമമായിരുന്നു. അയാൾക്ക് വേറെ ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടാ അയാൾ ചേച്ചിയുടെ പിറകെ നടന്നിരുന്നത്. ഒരിക്കൽ അയാൾ ചേച്ചിയെ കോളേജിൽ വന്ന് കയറി പിടിക്കാൻ ശ്രമിച്ചു. അന്ന് ഞാനും ആ കോളേജിലായിരുന്നു. സ്വന്തം കൂടപ്പിറപ്പിനോട് ഒരാൾ മോശമായി പെരുമാറുന്നത് കണ്ട ആർക്കാ ക്ഷമിക്കാൻ കഴിയുക? കൊടുത്തു. അന്ന് നന്നായി തന്നെ. അത് അയാളുടെ വീട്ടിലേക്ക് അറിഞ്ഞ ആകെ പ്രശ്നമായി. നാണക്കേട് കാരണം അവന്റെ ഗർഭിണിയായ ഭാര്യ ആത്മഹത്യ ചെയ്തു. അതിനുശേഷം അവന് ഇത്രയും ദേഷ്യം. പഴയതെല്ലാം ഓർത്തൊരു നെടുവീർപ്പോടെ സൂര്യ പറഞ്ഞു. അയാളുടെ പ്രവൃത്തി കാരണല്ലേ അയാളുടെ ഭാര്യ മരിച്ചത്? ആ ദേഷ്യം എന്തിനാ അയാൾ അച്ഛനോട് തീർക്കുന്നത്? അറിയില്ല മോളെ. കുറെ കാലം അവനിവിടെ ഇല്ലായിരുന്നു. പിന്നെ തിരികെ വന്നത് വലിയ പൈസക്കാരനായിട്ടാ. അതിനുശേഷം അവന്റെ ശല്യം തുടങ്ങിയത്. ഇത്ര കാലം ഞാൻ ക്ഷമിച്ചു. ഇനി അവൻ എൻ്റെ മോൻ്റെ നേരെ തിരിഞ്ഞ അത് ഞാൻ ക്ഷമിക്കില്ല. ദേഷ്യത്തിൽ സ്റ്റിയറിംഗിൽ അടിച്ചുകൊണ്ട് സൂര്യ പറഞ്ഞു. എന്നാൽ ആരുവിന്റെ ചിന്ത മറ്റൊന്നായിരുന്നു. സൂര്യ പറഞ്ഞതും നടക്കുന്നതും ഒക്കെ കൂട്ടി വായിച്ചപ്പോൾ അവൾക്ക് എവിടേക്കോ ചില പൊരുത്തക്കേടുകൾ തോന്നി. അതൊക്കെ തന്റെ സംശയങ്ങളാണെങ്കിലും എന്ന് കരുതി ആരും സൂര്യയോട് പറയാൻ പോയില്ല. ആരും സൂര്യ സ്റ്റേഷനിലെത്തുമ്പോൾ പരാതിക്കാരെ ക്യാഷ് കൊടുത്ത് സെറ്റിലാക്കി പരാതി പിൻവലിച്ച് മഹിയയ്ക്ക് ജാമ്യത്തിലെടുക്കാനുള്ള കോർട്ട് ഓർഡറുമായി അഡ്വക്കേറ്റ് വിശ്വവും അങ്ങോട്ടെത്തിയിരുന്നു. പോലീസ് സ്റ്റേഷനുള്ളിൽ കയറിയതും കണ്ടു സെല്ലിൽ കിടക്കുന്ന മഹിയെയും കൂട്ടുകാരെയും. എസ് ഐ സാറ് വിളിപ്പിക്കാന്ന് പറഞ്ഞു. അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യണം. പി സി വന്ന് പറഞ്ഞതും അവർ 3 പേരും അവിടെയുള്ളൊരു ബെഞ്ചിലിരുന്നു. എടാ സൂര്യ, ഇവിടെ കയ്യിൽ നിന്ന് അടി കിട്ടിയാൽ ഇത്തിരി സീരിയസ് ആണ്. ആദ്യം അവർ കേസ് പിൻവലിക്കാൻ സമ്മതിച്ചില്ലായിരുന്നു. പിന്നെ നമ്മൾ ഓഫർ ചെയ്ത എമൗണ്ട് കണ്ടാ അവരിതിന് സമ്മതിച്ചത്. മഹിയെ നോക്കിയിരിക്കുന്ന സൂര്യയോടായി വിശ്വ പറഞ്ഞതും അത് കേട്ട് ആരും മഹിയെ തുറച്ചു നോക്കി. ഈ ഭദ്രകാളി എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? ആരുവിന്റെ നോട്ടം കണ്ട് പതറിപ്പോയ മായി വേഗം തന്നെ അവളിൽ നിന്ന് മുഖം തിരിച്ച് അവളെ പതിയെ കടക്കണ്ണിട്ട് നോക്കി തലചൊരിഞ്ഞുകൊണ്ട് പറഞ്ഞതും മാഹി പറഞ്ഞത് കേട്ട് ആദ്യം വിജുവും ചിരിച്ചു. എന്നാത്തിനാണ് നീയൊക്കെ ചിരിക്കുന്നത്? മാഹി അവരെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് പേടിയുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ. എങ്ങനെ നടന്നവനായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ ഊക്കിയായി ചെക്കൻ. എടാ മറ്റേ ആ ഡയലോഗ് ഉണ്ടല്ലോ, അതി ഒരു വൈരാഗിയെ ഗ്രസനാക്കി മാറ്റിയത് അവളാണെന്നൊക്കെ പറഞ്ഞ് അത് ഇവന് വേണ്ടി പറഞ്ഞുണ്ടാക്കിയത് പോലെ ഉണ്ടല്ലേ. ആദ്യം മിജുവും വീണ്ടും മാഹിയെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങിയതും മാഹി അവരൊന്ന് ദേഷിച്ചു നോക്കിയതും രണ്ടുപേരും ചിരി താനേ നിന്നുപോയിരുന്നു. നിങ്ങളെ എസ് ഐ സാർ വിളിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞൊരു പോലീസ് വന്ന് പറഞ്ഞതും അവർ 3 പേരും ഉള്ളിലേക്ക് നടന്നു. എന്താ? ആരിവനെ കണ്ടതും ആയുഷിന്റെ മുഖം വിടർന്നുവെങ്കിലും അവളുടെ കൂടെ വന്നവരെ കണ്ട് അവൻ ഗൗരവത്തിൽ ചോദിച്ചു. ഞങ്ങൾ മഹിയെ ജാമ്യത്തിലെടുക്കാൻ വന്നതാ, ഓർഡർ ഉണ്ട്. അത് പറഞ്ഞ് വിശ്വ തന്റെ കയ്യിലുള്ള ഡോക്യുമെന്റ് ആയുസിന് നേരെ നീട്ടി. അത് തുറന്നു നോക്കിയതും താൻ മുറുക്കുന്ന കുരുക്കിൽ നിന്നുമെല്ലാം മഹി രക്ഷപ്പെട്ടു പോകുന്നത് ആലോചിച്ച് ആയുസിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഫോർമാലിറ്റീസ് വേഗം തീർത്താൽ ഞങ്ങൾക്ക് അവരെ കൊണ്ടുപോകായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് അവരെ കൊണ്ടുപോകാം. പക്ഷേ എപ്പോഴും ഇതുപോലെ നിങ്ങളുടെ പണമെറിഞ്ഞ് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സാർ പറയുന്നുണ്ടൊന്നും തോന്നരുത്. സാറിന് എൻ്റെ ഭർത്താവിനോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം, അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ആയുഷ് പറഞ്ഞത് കേട്ട് ആര് പറഞ്ഞു. എന്നാൽ ആരുവിന്റെ വാക്ക് കേട്ട് ഒരു നിമിഷം ആയുഷ് വിളറിപ്പോയി. അവളുടെ മുന്നിൽ മഹിയെ മോശക്കാരനാക്കാൻ ശ്രമിക്കും തോറും അവളുടെ മുന്നിൽ അതെല്ലാം വെറുതെയാകുകയാണെന്ന് ഓർത്തതും ആയുഷിന് വല്ലാത്ത ദേഷ്യം തോന്നി.